നിത്യമായ ദിവ്യ കുഞ്ഞാടേ ദൈവാ പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യമായ ദിവ്യ കുഞ്ഞാടേ ദൈവാ പരിശുദ്ധൻ പരിശുദ്ധൻ. കൈകൾ വെച്ച് ആരാധിക്കാം. I
വിശ്വസിക്കാം. ഈ തിരുവോസ്തിയിൽ ഈശോ വിശ്വസിക്കാം. പ്രിയമുള്ളവരെ, ഇതുപോലെ അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ട്. അവർക്ക് അവസരം കിട്ടാതെ വേദനിക്കുന്ന എത്രയോ പേരുണ്ട്. കുടുംബങ്ങളിലായിരിക്കുന്നവര്, വരാൻ പറ്റാത്തവരിൽ വേദനിക്കുന്നവരുണ്ട്. എന്നാൽ എല്ലാ സൗകര്യം ഉണ്ടായിട്ടും വരാനും ആരാധിക്കുവാനും സമയമുണ്ടായിട്ടും അവസരമുണ്ടായിട്ടും വരാതിരിക്കുന്ന അനേകരുണ്ട്. ഈശോയ്ക്ക് നന്ദി പറയുക. ഇന്നേ ദിവസം ഇവിടെ വരുവാൻ നമ്മളെ സഹായിച്ചു. തടസ്സങ്ങളൊന്നും കൂടാതെ എല്ലാ പ്രയാസമുണ്ടായിട്ടും അതെല്ലാം മാറ്റിവെക്കുവാനും, എന്തെല്ലാം തിരക്കുണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ജീവിക്കുന്ന യേശുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഈശോ നമ്മളെ അനുവദിച്ചിരിക്കുകയാണ്. ഈശോയ്ക്ക് നന്ദി പറയുക. നന്ദിയുള്ളവരായിരിക്കും. എത്രയോ പേരാണ് ഈ ലോകം വിട്ടുപോയത്. നമ്മുടെ കൂടെയുള്ളവര്, നമ്മുടെ കൂടെ പഠിച്ചവര്, നമ്മുടെ അയൽവാസികള്, നമ്മുടെ കൂടെ താമസിക്കുന്നവരെല്ലാം വിട്ടുപോയിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരാൾക്കും കൂടാതെ, ഒന്നിനൊരു കുറവില്ലാതെ, എന്തെല്ലാം
എന്തെല്ലാം കുറവുണ്ടായാലും കുറവില്ലാത്തവരെ പോലെ ജീവിക്കാൻ ഈ ഈശോ നമ്മളെ സഹായിച്ചു. ഈശോയ്ക്ക് നന്ദി പറയാം. പ്രിയമുള്ളവരെ, നമ്മുടെ കുറവിലേക്കോ നമ്മുടെ ഇല്ലായ്മയിലേക്കോ അല്ല നമ്മൾ നോക്കേണ്ടത്. എല്ലാ കുറവുകളെയും പരിഹരിക്കാൻ കഴിവുള്ളവനായ, എല്ലാം താഴ്ന്ന സഹായിക്കാൻ കഴിവുള്ളവനായ എന്റെ മകനെ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ എന്ന് തന്റെ മകനോട് വിളിച്ചു പറഞ്ഞ പിതാവിനെ പോലെ എന്റെ പ്രിയ മക്കളെ, ഇതാ ഈശോയോട് സംസാരിക്കുന്നു. എന്റെ മകനെ, മകളെ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ? നീ എന്റെ മകനല്ലേ, മകളല്ലേ? നീ എന്തിനാണ് വേദനിക്കുന്നത്? നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? നീ എന്തിനാണ് നിന്റെ കുടുംബത്തെയോർത്ത് നീ വേദനിക്കുന്നത്? നിന്റെ കടബാധ്യതയോർത്ത് നീ എന്തിനാണ് വേദനിക്കുന്ന ആഗ്രഹപ്പെടുന്നത്? നിന്റെ കുടുംബത്തിന്റെ ഒറ്റപ്പാടെയോർത്ത് നീ എന്തിനാണ് ആഗ്രഹപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട് നിരാശപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തവളായി വീടിനകത്തിരിക്കുന്നത്? എന്റെ മകനെ, മകളെ, നിന്നെ തന്നെ പൂർണ്ണമായി ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. നിന്നെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുക. നിന്നെ കാത്തിരിക്കുന്ന, നിന്നെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നല്ല അപ്പൻ ഇതാ ഈ അത്താഴയിൽ നിന്റെ കൂടെ കാത്തിരിക്കുകയാണ്. ഈശോയിലേക്ക് നമുക്ക് പോകാം. എല്ലാം സമർപ്പിക്കാം. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. എല്ലാ വേദനകളെയും നമുക്ക് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. എല്ലാ നൊമ്പരങ്ങളെയും നമുക്ക് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ കടബാധ്യത നമുക്ക് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. സമർപ്പിക്കാം. നമുക്ക് സമർപ്പിക്കാം. മകനേ, ഞാൻ ദൈവമേ, വേർപെട്ടുപോയവരെ സമർപ്പിക്കാം. നമ്മുടെ പൂർവികരോട് ഒരുപാട് പാപങ്ങള്, ശാപങ്ങള് നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ വേദനിക്കുന്ന എത്രയോ വ്യക്തികളും കുടുംബങ്ങളും ഉണ്ട്. പൂർവിക ശാപത്താല് കഷ്ടപ്പെടുന്നവരുണ്ട്. അവരെയും സമർപ്പിക്കാം. നമുക്ക് യാചിക്കാൻ കർത്താവേ, പൂർവിക ശാപത്തിലൂടെ കടന്നു വന്ന അപരാധമെല്ലാം ഓർക്കണമേ. അവരറിഞ്ഞു അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും ഓർക്കണമേ എന്ന് യാചിക്കാം. ഈശോയെ, അവർ ചെയ്തു എന്റെ പാപത്തിൽ ഞാൻ പരിഹാരം അനുഷ്ഠിക്കുന്നു. ഈശോയെ, അവരോട് കടന്നുവരിക്കുന്ന പാപം മൂലം എന്റെ കുടുംബം തകർന്നു പോവുകയാണ്. ഒരു ഉയർച്ചയും കിട്ടുന്നില്ല, പരാജയം മാത്രമാണ്. എത്ര അധ്വാനിച്ചിട്ടും ഒരു പുരോഗതിയും ഇല്ല, കടബാധ്യത മാത്രമാണ്. ജോലി കിട്ടുന്നില്ല, ജോലി കിട്ടിയാലും അത് തുടരുവാൻ കഴിയുന്നില്ല. സാമ്പത്തികമായ പരാജയം ഉണ്ടാകുന്നു, എവിടെ പോയാലും പ്രശ്നമാണ്. മക്കളുടെ വിവാഹം നടക്കുന്നില്ല, വിവാഹം നടന്നിട്ടും മക്കളില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു. മാറാത്ത രോഗങ്ങള് ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഭവനങ്ങളിലേക്ക്. എവിടെയോ ഒരു പരാജയം,
ഒന്നിനും ഉത്തരം കാണാൻ കഴിയുന്നില്ല, രണ്ടറ്റം കൂട്ടിക്കെട്ടാൻ കഴിയുന്നില്ല. അങ്ങനെ നീണ്ടുപോവുകയാണ് ഓരോ പ്രശ്നങ്ങളായി. ഈശോയെ, എന്റെ പൂർവികരോട് കടന്നു വന്ന പാവങ്ങളെല്ലാം പുറത്ത് എന്നെ എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ, വിടുതൽ നൽകണമേ, എന്റെ കുടുംബത്തിന് കെട്ടുകൾ അഴിച്ചു മാറ്റണമേ കർത്താവേ. ഈശോയെ, ഞാൻ വിശ്വസിക്കുന്നു, ഈ അൾത്താരിലേക്ക് നന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന, ഈ ഭൂമിയിലൂടെ നടന്നു ജീവിച്ച, എനിക്ക് വേണ്ടി പരിശുദ്ധാനം ചെയ്ത യേശുവാണ് ഈ അൾത്താരിൽ ഈ അപ്പത്തിലിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ യേശുവേ, എന്റെ ദിവ്യകാരണ ഈശോയെ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഈശോയെ, എന്നിലൂടെ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈശോയെ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്റെ കുടുംബത്തിന് വേണ്ടി കരുണയായിരിക്കണമേ. ഈശോയെ, പൂർവിക ശാപം മാറ്റി എന്നെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ അന്ത്യയിൽ പാടാം. നമുക്ക് കരുണ നമ്മുടെ മക്കളെ നമുക്ക് സമർപ്പിക്കാം. എന്റെ ദൈവമേ, എന്റെ മക്കളെ ഇപ്പോൾ അനുസരണമില്ലാത്തവരെ ഇപ്പോൾ ജീവിക്കുകയാണ്, പറഞ്ഞനുസരിക്കുന്നില്ല, തിന്മയിലേക്ക് അടക്കപ്പെട്ടു പോവുകയാണ്, കൂട്ടുകൂടി അവർ പോവുകയാണ്, വീട്ടിലേക്ക് വരുന്നില്ല, പ്രാർത്ഥനയില്ല, ഉപസാരമില്ല, കുർബാനയില്ല, ജപമാലയില്ല, ഭക്തിയില്ലാത്ത അവസ്ഥയിൽ മാറുകയാണ്, മതത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയായി മാറുകയാണ്, മാരകമായ MDMA കടൽപ്പെട്ടു പോവുകയാണ്. ഈശോയെ, എന്റെ മക്കൾ ഇതുപോലെ തിന്മ കടൽപ്പെട്ടു പോയി സുബോധമില്ലാത്തവരായി മാറിയിരിക്കുകയാണ്. ഈശോയെ, അവർ പറയുന്നതാണെന്നോ ചെയ്യുന്നതാണെന്നോ പ്രവർത്തിക്കുന്നതാണെന്നോ അറിയുന്നില്ല, അറിയാത്തവരെ പോലെ ആയിരിക്കുകയാണ്. കുടുംബത്തിലെന്നും വഴക്കാണ്, സമാധാനമില്ല, എല്ലാം തകർത്തു കളയുകയാണ്. നല്ലവരായി ഞാൻ അവരെ വളർത്തി, ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ വളർത്തി, എല്ലാം കൊടുത്തു ഞാൻ എന്റെ മക്കളെ ഞാൻ വളർത്തി. ഈശോയെ, അവസാനം കണ്ണീര് മാത്രമായി മാറുകയാണ്. ഒരു പുരോഗതിയും കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല, പുറത്തേക്ക് പോകാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, ഒന്നും നടക്കാത്ത അവസ്ഥയാണ്. എന്റെ യേശുവേ, എന്റെ മക്കളുടെ പേരും മറ്റുള്ള എല്ലാ മക്കളുടെ പേരും യൂതികന്മാരുടെ മേൽ കരുണയായിരിക്കണമേ. തെറ്റായ പദത്തിൽ വീണുപോയ യൂതികന്മാരുടെ മേൽ കരുണയായിരിക്കണമേ. എത്രമാത്രം പറഞ്ഞിട്ടും തെറ്റിലേക്കാണ് പോകുന്നത് പറഞ്ഞിട്ടും അത് മനസ്സിലാക്കാതെ അവർ പോകുന്ന വഴിയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ പോലും തള്ളി പറഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം തെറ്റിലേക്ക് പോകുന്ന മക്കളെ യുവതിമാരെ നമുക്ക് അൾത്താരയിലേക്ക് സമർപ്പിക്കും. ഈ തിരുവോസ്തിലേക്ക് നമ്മൾ സമർപ്പിക്കും. ഈശോയെ, എന്റെ കുഞ്ഞുങ്ങളെ കാണുന്നതുപോലെ ലോകത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ യുവതിമാരെയും അനുഗ്രഹിക്കണം. നേരായ മാർഗത്തിലേക്ക് ചലിക്കുവാൻ അവരുടെ കണ്ണയായിരിക്കണമേ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ അഗ്നികളിൽ കാണാം. കരുണ തോന്നണേ,
നമുക്ക് പരാജയം മാത്രമുണ്ടാകുന്നു. ബിസിനസ്സിലുള്ള പരാജയം, കടബാധ്യത കയറിയതിന്റെ പേരിൽ എല്ലാം വിറ്റഴിക്കുന്ന അവസ്ഥ, വീട് വിൽക്കാനിടയായി, സ്ഥലം വിൽക്കാനിടയായി, കച്ചവട സ്ഥലം വിൽക്കാനിടയായി, അങ്ങനെ നിരാശയിൽ കഴിയുന്നു. അതുമൂലം കുടുംബത്തിൽ പ്രശ്നമുണ്ടാവുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം പകരാനിടയായി. നീയാണ് കുറ്റക്കാരൻ, നീയാണ് എല്ലാ കാരണക്കാരൻ പരസ്പരം കുറ്റം പറയാൻ വിധിക്കാനിടയായി. സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. ഇത്രയും കാലം സന്തോഷത്തോടെ ജീവിച്ചു, ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടി, ഭർത്താവിനും മക്കൾക്ക് വേണ്ടി ജീവിച്ചു. അവസാനം നിരാശയിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. പരസ്പരം സ്നേഹിക്കാതെ, ആരും സ്നേഹിക്കാനില്ലാതെ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. വീടിന്റെ മുകളിലേക്ക് മാറേണ്ട അവസ്ഥ. എല്ലാവരും ആഘോഷിക്കപ്പെട്ടതിന്റെ പേരില് ഇത് ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിന്നാലെ പോകുന്നു, ദുശീലങ്ങളുടെ പിന്നാലെ പോകുന്നു, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈശോയെ, ഇതിനെല്ലാം കാരണം സാമ്പത്തികമായ തകർച്ചയും അല്ലെങ്കിൽ പരസ്പരം ചോദിക്കാതെ, പരസ്പരം അനുവാദം ചോദിക്കാതെ ചെയ്തതിന്റെ പേരിലുള്ള പരാജയമാണ് എല്ലാം കാരണം. ഈശോയെ, കുടുംബത്തോട് താമസിച്ചിട്ടും പരസ്പരം ചോദിക്കാതെ, പരസ്പരം പങ്കുവയ്ക്കാതെ, ആലോചിക്കാതെ സ്വന്തം പ്രകാരം ചെയ്തതിന്റെ പേരിലുള്ള അപജയം, പരാജയം, കഷ്ടതകള് ഈശോയെ എല്ലാവരും മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, എന്റെ വാക്കുപോലും എന്റെ പ്രവർത്തികൾ പോലും വന്നുപോയ എല്ലാ പാപങ്ങൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടാം. വിശുദ്ധീകരിച്ചിടണേ, വിശുദ്ധീകരിച്ചിടണേ, നാഥാ ഇവരെ വിശുദ്ധീകരിച്ചു നിന്റെ സ്വന്തമാക്കിയിടണമേ. വിശുദ്ധീകരിച്ചിടണേ, വിശുദ്ധീകരിച്ചിടണേ, നാഥാ ഇവരെ വിശുദ്ധീകരിച്ചു നിന്റെ സ്വന്തമാക്കിയിടണമേ. നമ്മുടെ എല്ലാ മേഖലയും സമർപ്പിക്കാം. നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ചിന്തകളെ, ഹൃദയത്തെ എല്ലാം സമർപ്പിക്കാൻ നമുക്ക്. യേശുവിന്റെ വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. പരിപൂർണ്ണമായിരിക്കുന്ന പോലെ നിങ്ങൾ പരിപൂർണ്ണമായിരിക്കുകയും വിശുദ്ധിയുള്ളവരായിരിക്കാൻ ശ്രമിക്കാം. വിശുദ്ധി കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു കൃപയും അനുഗ്രഹവും ഉണ്ടാവില്ല. നിങ്ങളുടെവരെ വിശുദ്ധി എന്നോ പാപം എന്ന് പറയുമ്പോൾ പലപ്പോഴും ശാരീരികമായ പാവവും അശുദ്ധിയും മാത്രമല്ല, സമസ്ത മേഖലയിലുള്ള വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. പഞ്ചേന്ദ്രിയങ്ങളുടെ വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും വികാരവിചാരങ്ങളെല്ലാം വിശുദ്ധി ആവശ്യമാണ്. നമ്മുടെ സഹോദരനുള്ള ബന്ധത്തിലുള്ള വിശുദ്ധി നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ അയൽവാസിയോടുള്ള ബന്ധത്തിൽ നമുക്ക് വിശുദ്ധി ആവശ്യമുണ്ട്. പ്രകൃതിയോടുള്ള സമീപനത്തിൽ നമുക്ക് വിശുദ്ധി ആവശ്യമുണ്ട്. മൃഗങ്ങളോടുള്ള നമ്മുടെ സമീപനത്തിൽ നമുക്ക് വിശുദ്ധി ആവശ്യമുണ്ട്. എല്ലാ ജോലിക്ക് പോകുന്ന മേഖലയിലുള്ള നമുക്ക് വിശുദ്ധി ആവശ്യമുണ്ട്. സമസ്ത മേഖലയിൽ നമുക്ക് വിശുദ്ധിയാണ്. ദൈവമേ, എന്റെ വിശുദ്ധി കുറവുകൾ വന്നുപോയ പാവങ്ങൾക്ക് മാപ്പ് തരണമേ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉയർത്ത സ്ഥലത്തിൽ ഉയർത്തി കഥാചുദിച്ചുകൊണ്ട് പകർന്നെടുത്താം. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ. ദൈവമേ, എന്റെ നാമമെല്ലാം പൊറുക്കണമേ. യേശുവേ, വിശ്വാസത്തിന്റെ വിശുദ്ധിയിലേക്ക് നയിക്കണമേ കർത്താവേ. എന്റെ പിടിവാശികളെ മാറ്റണമേ കർത്താവേ. വിശ്വാസകാരത്തിന്റെ പിടിവാശി പോലെ എന്റെ കുടുംബം തകർന്നു കർത്താവേ. പെട്ടെന്നുള്ള കോപത്താൽ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ, എന്റെ കോപം പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ, എന്റെ
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, എന്റെ പാപമെല്ലാം ഞാൻ ഉള്ളവരെ വെറുത്തു. എന്റെ പാപമെല്ലാം, എന്റെ അപരാധമെല്ലാം ഞാൻ മറ്റുള്ളവരെ വെറുത്തു. അവരെ അകറ്റി ഞാൻ ദൈവമേ എന്റെ അയൽവാസിയോട് ഞാൻ വെറുക്കപ്പെട്ടവനായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ ഞാൻ വെറുത്തു. അവരുടെ കുറ്റം പറഞ്ഞ് അപരാധം പറഞ്ഞ് വളർത്തി. ദൈവമേ, ദൈവവിശ്വേ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എഴുന്നേറ്റ് വരണമേ. ദൈവമേ കടന്നു വരണമേ. എന്റെ അപരാധം പൊറുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ കരയാൻ കൃപ തരണമേ. കരയാൻ കണ്ണീര് തരണമേ. എന്റെ പാപത്തെ ഓർത്ത് കരയാൻ, എന്റെ പാപത്തെ ഓർത്ത് പശ്ചാത്താപിക്കാൻ കൃപ തരണമേ. ഹല്ലേലൂയ, യേശുവേ എല്ലാം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം സ്നേഹിക്കുവാൻ കൃപ തരണമേ. എന്റെ ഈശോയെ സ്നേഹിക്കാൻ കൃപ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ എന്റെ വിളിയിൽ ഉറച്ചു തരണമേ. എന്റെ വിളിയിൽ ഉറച്ചു തരണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യവാൻ ഈശോയെ എന്റെ പാപം പൊറുക്കണമേ. അപരാധം പൊറുക്കണമേ. കരുണയായിരിക്കണമേ. പാപിയായ ദൈവം പറഞ്ഞതുപോലെ എന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നതുപോലെ ദൈവമേ എന്നോട് പറയണമേ. ഹല്ലേലൂയ, ദൈവമേ, ദൈവമേ ഈശോയെ ശിക്ഷിക്കരുതേ. എന്നോട് കരുണയായിരിക്കണമേ. ഒരു ശാപത്തിന് അതുപോലെ അപരാധം പൊറുക്കണമേ. ഒരു ശാപം എടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണടച്ച് കൈകൂപ്പി നിന്നെ അറിയാം ഞാൻ എൻ്റെ ഈശോ മാത്രമേ. ദൈവമേ എങ്കിലും ദൈവമേ ഞാൻ നിന്നെ മറന്നു. നിന്നെ ഓർക്കാതെ നടന്നു. നിന്നെ ഓർക്കാതെ നടന്നു. എങ്കിലും ദൈവമേ എങ്കിലും ദൈവമേ നിന്നെ ഓർക്കാതെ നടന്നു. നിന്നെ ഓർക്കാതെ നടന്നു. കണ്ണടച്ച് കൈകൾ കൂപ്പി കരയ്ക്കാം. ശാന്തമാകുക. ഞാൻ ദൈവമാണെന്ന് അറിയുക. സമാധാനം തരാൻ വേണ്ടിയാണ് ഈശോ ഈ ഭൂമിയിൽ വന്നത്. സമ്പത്തോ സ്ഥാനമാനങ്ങളോ തരാൻ വേണ്ടിയല്ല, സമാധാനം തരാൻ വേണ്ടി. സമാധാനം നിങ്ങളോട് കൂടെ. ഈശോ ജനിച്ചപ്പോഴും ഈശോ മരിച്ചുയർത്തപ്പോഴും എല്ലാം പറഞ്ഞത് സമാധാനം നിങ്ങളോട് കൂടെ. ഓരോ വ്യക്തിയുമാണ് തീരുമാനിക്കേണ്ടത് സന്തോഷിക്കണോ വേണ്ടയോ എന്ന്. യേശുവിന്റെ സമാധാനം നിങ്ങളിലേക്ക് ഒഴുകുന്നു. ഈ തിരുവോസ്തിൽ നിന്ന് സമാധാനം നിങ്ങളിലേക്ക് ഒഴുകുന്നു. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒഴുകുകയാണ് ഇപ്പോൾ. നമുക്ക് കാണാം, മനസ്സിൽ കാണാം, വിശ്വാസ കണ്ണുകളോട് നമുക്ക് കാണാം. എൻ്റെ ഭർത്താവിലേക്ക്, എൻ്റെ ഭാര്യയിലേക്ക്, എൻ്റെ മാതാപിതാക്കളിലേക്ക്, മക്കളിലേക്ക്, എൻ്റെ ബന്ധുമിത്രാദികളിലേക്ക്, എൻ്റെ അയൽവാസികളിലേക്ക്, മറ്റു മതസ്ഥരിലേക്ക് യേശുവിൻ്റെ സമാധാനം ഒഴുകുന്നു. നമുക്ക് ആവോളം ആസ്വദിക്കാം. നമ്മുടെ ജീവിതമാകുന്ന കുരിശ് സന്തോഷമായി കാണുന്ന കൃപ ദൈവം തരുന്നു. പിറവില്ലാതെ സന്തോഷത്തോടെ കുരിശ് വഹിക്കാനുള്ള കൃപ
അനുഗ്രഹം ദൈവം തരികയാണ് നിങ്ങൾക്ക്. ആരോടും ഒരു പരാതി പറയാതെ എല്ലാം സഹിക്കുവാനുള്ള ശക്തി ദൈവം തരുന്നു. തനിക്കുള്ള രോഗത്തെ മറ്റുള്ളവരുടെ പാപത്തിന് വേണ്ടി പരിഹാരമായി രക്ഷിക്കാനുള്ള ശക്തി ദൈവം തരുന്നു. മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവം തരികയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ വ്യക്തികളായി മാറ്റുന്നു. കുടുംബ പ്രാർത്ഥന ചെയ്യുവാൻ തുടങ്ങിപ്പോയ കുടുംബ പ്രാർത്ഥന വീണ്ടും ശക്തമായി തുടങ്ങാൻ വേണ്ടിയുള്ള കൃപ ദൈവം തരുന്നു. അത് നിങ്ങൾ ചോദിച്ചതാണ്, ദൈവമേ അതിന് വേണ്ടി നീ ആഹാരമായി നക്ഷത്രാത്മാവിനെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. മക്കളെ ഓർത്ത് വേദനിക്കുന്ന, മക്കളെ കുറിച്ച് അമിതമായി ഉത്കണ്ഠപ്പെടുന്ന അവരോട് ദൈവം പറയുന്നത് വേണ്ട. അവരുടെ ഭാവി എൻ്റെ കയ്യിലാണ്, നിങ്ങളുടെ കയ്യിലല്ല. നിങ്ങൾ അവരെ എനിക്ക് നൽകി തരിക. നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട. സ്ഥലം വിൽക്കാൻ വേണ്ടി ഈശോ തരുന്നു. ഒരുപാട് കാലമായി തടസ്സപ്പെടാൻ കഴിയുന്ന സ്ഥലം വിൽക്കാൻ വേണ്ടി ഈശോ തടസ്സമാക്കി. വീട് പണി പൂർത്തിയാകാത്ത വീട് പണി ഒരു വ്യക്തിക്ക് ഈശോ നൽകുന്നുണ്ട്. ലോണിന് അപേക്ഷിച്ച് കിട്ടാതിരുന്നവർക്ക് ലോൺ തടസ്സം മാറ്റുന്നു. എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഈശോ പറയുന്നുണ്ട്. അത് ചെയ്യണം. വിദേശത്ത് പോയി കഷ്ടപ്പെടുന്ന ഒരു മകനെ ഈശോ അവനെ സഹായിക്കുന്നുണ്ട്. ജോലി കൊടുത്ത് ഉടൻ തന്നെ അവൻ ജോലി കൊടുത്തു. ആ ജോലിയിൽ അവൻ സംതൃപ്തനാണ്. അതൃപ്തനായി ജീവിച്ച പോലെ സംതൃപ്തോടെ സ്വീകരിക്കണം. വീട് വിട്ടുപോയ വ്യക്തിയെ അവൻ തിരിച്ചു കൊണ്ടുവരികയാണ്. എത്രയും പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ ആ വ്യക്തി തിരിച്ചു വരും. വീട്ടിൽ രോഗി കിടക്കുന്ന അമ്മയോട് ഭയങ്കരമായിട്ട് വെറുപ്പ് കാണിക്കുന്ന, അമ്മയെ ദ്രോഹിക്കുന്ന വ്യക്തിയോട് അത് ക്ഷമിക്കാൻ പറയും. വണ്ടി ഓടിക്കുന്ന വ്യക്തിയോട് വണ്ടി ഓടിക്കുന്ന സൂക്ഷിച്ച് ഓടിക്കാൻ പറയും. അമിതമായ സ്പീഡ് ഉപയോഗിക്കരുത്. സ്പീഡ് പാടില്ല എന്ന് പറയും. കണ്ണടച്ച് സംസാരിക്കാം. നാളെ എന്തായി തീരുമെന്ന് ഉത്കണ്ഠപ്പെടുന്ന വ്യക്തിയോട് പറയുകയാണ്, മകനെ നീ ഉത്കണ്ഠപ്പെടേണ്ട. നിന്റെ കടബാധ്യത ഞാൻ എടുത്ത് മാറ്റും. നീ ആദ്യം അവിടുത്തെ രാജ്യത്തെ അന്വേഷിക്കുക. എനിക്ക് വേണ്ടി നീ സാക്ഷ്യം വഹിക്കുക. Hallelujah.
വഹിച്ച കുരിശോടും ചേർത്തുവച്ച് എന്നെയും തരച്ചിടുന്നു. കുരിശാലെ നേടും ഉയർത്തിനായ പ്രത്യാശയായിരിക്കൂ. കുരിശാലെ നേടും ഉയർത്തിനായ പ്രത്യാശയായിരിക്കൂ. കരുണയും സാഗരമേ, കൃപയും ഉറവിടമേ, ആശ്വാസദായകനേ, പരിശുദ്ധനാഥനേ, കരുണയും സാഗരമേ, കൃപയും ഉറവിടമേ, ആശ്വാസദായകനേ, നാദാനീ മതിയേ, നിൻ കൃപ മതിയേ, ഈ മറിയാമയേ, തിരുകൃപ മതിയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശീർവാദത്തിന് ബ്ലെസ്സിങ്ങിനായിട്ട് വരിക. നിരുത്സാഹനായിട്ട് നിൽക്കരുത്. അത്ഭുതങ്ങളുടെ ദൈവം ഈ ദൈവമാണ്. അങ്ങനെ കാഴ്ച കൊടുത്തത് ഈ ദൈവമാണ്. താഴ്ന്നവരെ എഴുന്നേൽപ്പിച്ചത് ഈ ദൈവമാണ്. ചെങ്കടൽ പിളർത്തിയത് ഈ ദൈവമാണ്. മരിച്ചവരെ ഉയർപ്പിച്ചത്. വിശ്വസിച്ച് സ്തുതിച്ച് ഒരു 10 പേര് കേൾക്കുന്ന സ്ഥലത്ത് എല്ലാവരും യേശുവിന്റെ നാമം വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. Amen.